സിദ്ധു, നീ ഇത് എവിടെയായിരുന്നു? ദേ പ്രോഗ്രാം തുടങ്ങി. വല്ലത് നടക്കൂ? ജീവൻ പതിയെ ചോദിച്ചു. നടക്കാതെ പിന്നെ? പക്ഷേ അടുത്ത റൗണ്ട് വരെ വെയിറ്റ് ചെയ്യണം എന്നും മറുപടി പറഞ്ഞുകൊണ്ട് സിദ്ധു സ്റ്റേജിലേക്ക് നോട്ടമെറിഞ്ഞു. നേരത്തെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് നടന്നതൊന്നും അവൻ അവരോട് പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകൾ പവിയിൽ മാത്രം ഒതുങ്ങി നിന്നു. അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ പ്രോഗ്രാം നോക്കി നിന്നു. സിദ്ധുവിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവമാറ്റം തേജയും അഭിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാരി റൗണ്ട് കഴിഞ്ഞതും ഏകദേശം എല്ലാവരും ഉറപ്പിച്ചു വിന്നർ പവിയായിരിക്കുമെന്ന്. അത് നന്ദുവിൻ്റെ കാതിലുമെത്തി. 5 പേരിൽ 2 പേര് ഔട്ടായി, 3 പേര് ഫൈനലിലേക്ക് സെലക്റ്റായി. പവി, നന്ദു, അഞ്ജന എന്നിവരാണ് ആ 3 പേര്. പവിയുടെ ആത്മവിശ്വാസം കാണും തോറും നന്ദുവിൻ്റെ ധൈര്യം ചോർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ ഏട്ടൻ വാക്ക് തന്നതാണല്ലോ അവളെ ജയിക്കാൻ വിടില്ലെന്ന്. പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഏട്ടനെ കാത്തു നിന്നാൽ ശരിയാവില്ല. താൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് കരുതി അവൾ തൻ്റെ കൂട്ടുകാരികൾ മുഖേന ചില പദ്ധതികൾ നടത്തി. പവി മേക്കപ്പ് ചെയ്യുന്ന മുറിയുടെ അരികിൽ ചെന്ന് അവിടെ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി ആ മുറിയിൽ തറയിലായി എണ്ണ ഒഴിച്ചു തിരികെ മടങ്ങുക. അതായിരുന്നു അവരുടെ പ്ലാൻ. അവരതുപോലെ ചെയ്തു. ഫിനാലെ റൗണ്ടിനായി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു പവി. അന്നേരം തറയിൽ കിടക്കുന്ന എണ്ണ അവൾ കണ്ടില്ലായിരുന്നു. അവൾ എണ്ണയിൽ ചവിട്ടി വീണു. വീണ വീഴ്ചയിൽ അവളുടെ കാൽ ചെറുതായി ഉളുക്കി. അവൾ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് തൻ്റെ ഫോണെടുത്ത് ചില്ലുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവൾ അക്കാര്യം വിക്കിയെയും ഷാനുവിനെയും അറിയിച്ചു. മൂവരും അങ്ങോട്ട് ധൃതി പിടിച്ച് ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ട അർജുൻ കാര്യം തിരക്കി. അർജുനെ ശ്രദ്ധിക്കാതെ ചില്ലു പവിയുടെ അരികിലേക്ക് ഓടി. അന്നേരം ഷാനുവും വിക്കിയും അവനോട് കാര്യങ്ങൾ പറഞ്ഞു. ചില്ലു മുറിയിലേക്ക് ചെല്ലുമ്പോൾ പവി വേദന കൊണ്ട് പുളയുന്നുണ്ട്. ചില്ലുവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ചില്ലു അവളുടെ കാൽ തടവിക്കൊടുത്തു. പവിയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ ചില്ലുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. കരയല്ലടി, ഒന്നുമില്ല, നമുക്കേ ഹോസ്പിറ്റലിൽ പോയാലോ? ഞാൻ എങ്ങോട്ടുമില്ല, എനിക്ക് ഫിനാലയിൽ പങ്കെടുക്കണം. പവി ഈ കാലം വെച്ച് നീ എങ്ങനെയാ? വേണ്ടടി, വിട്ടേക്ക്. ഇതിപ്പോൾ മിസ് യൂണിവേഴ്സ് കോൺടെസ്റ്റ് ഒന്നും അല്ലല്ലോ. ചില്ലു പവിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ വിജയത്തിന് അതിനേക്കാൾ വിലയുണ്ട്. അവൻ എന്നെ വെല്ലുവിളിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഏതറ്റവും പോവാൻ മടിയില്ലെന്ന്. ചില്ലു, ഇത് അവൻ്റെ പണിയാ, എനിക്ക് ഉറപ്പാ. അല്ലാതെ ഇവിടെ ആരായി പെണ്ണൊഴിക്കാൻ? എന്നെ തോൽപ്പിച്ച അവൻ്റെ അനിയത്തി ജയിക്കുമെന്ന് കരുതി കാണും. എനിക്ക് ജയിച്ചേ പറ്റൂ ചില്ലു. പവി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം തന്നെയാണ് അർജുൻ, ഷാനു, വിക്കി എന്നിവർ അങ്ങോട്ട് വരുന്നത്. പവി പറഞ്ഞത് മുഴുവൻ അവർ കേട്ടിരുന്നു. അവർക്കൊക്കെയും അന്നേരം സിദ്ധുവിനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. വേദന സഹിച്ചിട്ടാണെങ്കിലും തനിക്ക് മത്സരിക്കണമെന്ന് പവി ഉറപ്പിച്ചു പറഞ്ഞതും അവർ 4 പേരും ചേർന്ന് പവിക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകി. അന്നേരമാണ് ഫിനാലയിലെ കോസ്റ്റ്യൂം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നും പറഞ്ഞ് CSC-കാരങ്ങോട്ട് വരുന്നതും അവരുടെ കയ്യിലെ കവർ പവിയെ ഏൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സ് അവർ കൊണ്ടുപോകുന്നതും. പവിയുടെ കാലിന് പരിക്ക് പറ്റിയത് അവർ പുറത്താരോടും പറഞ്ഞില്ല. ഡ്രസ്സ് ചെയ്യാനൊക്കെയും ചില്ലു പവിയെ സഹായിച്ചു. വേദന കടിച്ചമർത്തി വേദിയിലേക്ക് വരുന്ന പവിയുടെ കാലിലേക്ക് നന്ദുവിൻ്റെ കണ്ണുകൾ നീണ്ടു. അത് പവി വ്യക്തമായി കാണുകയും ചെയ്തു. പവി തൻ്റെ വേദന കാര്യമാക്കാതെ ഫിനാലെ റാം വാക്കിന് വേണ്ടി ഒരുങ്ങി. ഇതേ സമയം ഇതൊന്നും അറിയാതെ സിദ്ധു പവിയുടെ ചൊറിച്ചിൽ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അന്നേരാണ് അവൻ്റെ അരികിലേക്ക് ചില്ലു വരുന്നതും അവനെ ദഹിപ്പിച്ചു നോക്കുന്നതും. നീ എന്താ പെണ്ണെ ഇവനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? തേജയാണത് ചോദിച്ചത്. ഇല്ല, കൂട്ടുകാരനെ ഞാൻ പൊന്നാട അണിയിച്ച് ആദരിക്കാം, ചില്ലു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ ഇത്രയും കരുതിയില്ല. ജയിക്കേണ്ടത് കഴിവുകൊണ്ടാ, അല്ലാതെ പിന്നിൽ നിന്ന് കൊത്തിയിട്ടല്ല. അവളിപ്പോൾ വേദന കടിച്ചു പിടിച്ചാ അവിടെ നിൽക്കുന്നത്. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ മുന്നിൽ തോറ്റു തരാൻ മനസ്സിലാഞ്ഞിട്ട്. ചില്ലു പറയുന്നതൊക്കെയും കേട്ട് സിദ്ധുവിന് ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല, സിദ്ധു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എണ്ണയിട്ട് വീഴ്ത്തിയിട്ട് മനസ്സിലായില്ല പോലും. പക്ഷേ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അത്രയും പറഞ്ഞുകൊണ്ട് ചില്ലു ഷാനുവിൻ്റെയും വിക്കിയുടെ അരികിലേക്ക് നടന്നു. ചില്ലു പറഞ്ഞതൊക്കെയും കേട്ട് ഷോക്കിൽ സിദ്ധു സ്റ്റേജിൽ നിൽക്കുന്ന പവിയെ ഒന്ന് നോക്കി. അപ്പോഴും അവൾ സ്റ്റേജിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി മറ്റു 2 മത്സരാർത്ഥികൾക്കൊപ്പം ചുവടുകൾ വെക്കുന്നുണ്ട്. അതിനിടയിലാണ് സിദ്ധു നന്ദുവിനെ ശ്രദ്ധിക്കുന്നത്. അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടതും അവൻ്റെ മുഖം ചുളുങ്ങി.
നേരത്തെ താൻ ചൊൽപ്പൊടി വിതറിയ ഡ്രസ് ആടിയതെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പൊടി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും നന്ദുവിൻ്റെ മുഖത്തെ അസ്വസ്ഥതകളിൽ നിന്നും വ്യക്തമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുകയാണ് സിദ്ധു. നന്ദുവിൻ്റെ ചുവടുകൾ പിഴയ്ക്കുന്നത് ജഡ്ജസ് നോട്ട് ചെയ്തു. ഒടുവിൽ എങ്ങനെയൊക്കെയോ നന്ദു ആ റാമ്പ് വാക്ക് പൂർത്തിയാക്കി. ഇനിയുള്ളത് ഫൈനൽ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടാണ്. നന്ദുവിന് ചൊറിച്ചിൽ കൂടി വന്നു. സഹിക്കാൻ വയ്യാതെ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ജഡ്ജ് അവളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവൾ ചൊറിച്ചിൽ കൺട്രോൾ ചെയ്യുന്ന എക്സ്പ്രഷൻ വിട്ട് ഒരുവിധം പിടിച്ചു നിന്നുവെങ്കിലും പിന്നീട് അവൾ പതിയെ ചൊറിഞ്ഞു തുടങ്ങി. അഞ്ജലിയോടും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ ശേഷം പവിയിലെത്തി. പവി തനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. നന്ദു അപ്പോഴും ചൊറിയുന്നുണ്ട്. നന്ദുവിൻ്റെ ചൊറിച്ചിൽ പലരും ശ്രദ്ധിച്ചു തുടങ്ങി. അവസാനം വിധി പ്രഖ്യാപനത്തിന് സമയമായതും വിജയ് ആരാണെന്നറിയാനായി എല്ലാവരും ആകാംക്ഷഭരിതരായി കാതോർത്തിരുന്നു. ആ വേദനയ്ക്കിടയിലും പവിയുടെ നെഞ്ചിടിപ്പിൻ്റെ തീവ്രത കൂടി വന്നു. വിജയിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി ജഡ്ജസ് എല്ലാവരും വേദിയിലേക്ക് വന്നു. കോളേജ് ചെയർമാനായ സിദ്ധുവിനും വേദിയിലേക്ക് ക്ഷണം കിട്ടി. ഒപ്പം എതിർ പാർട്ടി നേതാവ് എന്ന നിലയിൽ അർജുനും വേദിയിലുണ്ട്. സിദ്ധുവിനെ വേദിയിൽ കണ്ടതും പവിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ആ നേരത്താണ് അവൻ്റെ കണ്ണുകൾ അവളുടെ കാലിലേക്ക് നീളുന്നത്. അതുകൂടി ആയതും സിദ്ധുവിന് ഇതിൽ പങ്കിട്ടെന്ന് പവി ഉറപ്പിച്ചു. അവനെ മുന്നിൽ കണ്ടപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വന്നതും അവൾ പൊടുന്നനെ നോട്ടം മാറ്റിക്കളഞ്ഞു. പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് 2026 മിസ് GCET. ആരായിരിക്കും അത്? എനിക്കസ്? ആങ്കർ പെണ്ണ് പിന്നെയും മറഞ്ചം പുറഞ്ചം ക്യൂട്ട്നെസ് വാരി വിതറി. അന്നേരം കാണികളിൽ നിന്നും പല പേരും ഉയർന്നു വന്നു. ഭൂരിപക്ഷം ആൾക്കാർ പവിയുടെ പേര് പറഞ്ഞു. ആങ്കർ പെണ്ണ് നെഞ്ചെടുപ്പിൻ്റെ ആഴം കൂട്ടിക്കൊണ്ട് വിജയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിനായി പ്രിൻസിപ്പലായ സജീന്ദ്രൻ സാറിനെ ക്ഷണിച്ചു. പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് 2026 മിസ് GCET പല്ലവി ഹരിദാസ്, ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ആ പേര് കേട്ടതും കയ്യടിയും വിസിലടിയും ആർപ്പുവിളികളും നാനാഭാഗത്തു നിന്നും ഉയർന്നു വന്നു. ചില്ലുവും ഷാനൂവിക്കും പരസ്പരം പുണർന്ന് തങ്ങളുടെ സന്തോഷം അറിയിച്ചു. അവരുടെ സന്തോഷം കണ്ട് തേജ വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കിയതും ചില്ലു അവനെ നോക്കി പുച്ഛിച്ചു. പവിക്ക് യോവിളി തുടങ്ങി. ഇതേ സമയം സ്റ്റേജിൽ എന്തോ പോയ അണ്ണാനെ പോലെ സിദ്ധു നിന്നതും അർജുൻ സിദ്ധുവിനെ പരിഹാസത്തോടെ നോക്കി സന്തോഷം കൊണ്ട് പവിയെ എടുത്തുയർത്തി. എന്തോ ആ കാഴ്ച സിദ്ധുവിന് അത്രക്കങ്ങോട്ട് ഇഷ്ടമായില്ല. ശേഷം സെക്കൻഡ് റണ്ണറപ്പായി നന്ദുവിനെ തിരഞ്ഞെടുത്തു. അപ്പോഴും പുള്ളിക്കാരി ചൊറിച്ചിലോട് ചൊറിച്ചിൽ. അഞ്ജനയായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ്. വിജയായ പവിക്കുള്ള കിരീടം അണിയിച്ചത് സജീന്ദ്രൻ സാർ തന്നെയായിരുന്നു. അദ്ദേഹം തന്നെ ട്രോഫിയും സമ്മാനിച്ചു. സാഷ് അണിയിച്ചത് വൈസ് പ്രിൻസി കുസുമ മാഡായിരുന്നു. പവിയെ ഹഗ് ചെയ്ത കുസു സിദ്ധുവിന് നേരെ പുച്ഛം വാരി വിതറി. ടൺ കണക്കിന് പുച്ഛം ഏറ്റുവാങ്ങി നിൽക്കുന്ന സിദ്ധുവിനെ കൂട്ടുകാർ ദയനീയമായി നോക്കി. യൂണിയൻ വക വിജയ്ക്കുള്ള ബൊക്കെ നൽകുക ചെയർമാൻ്റെ ജോലിയായിരുന്നു. സിദ്ധു ബൊക്കെയുമായി പവിയുടെ അരികിലേക്ക് നടന്നു. കൺഗ്രാറ്റുലേഷൻസ്. സിദ്ധു ബൊക്കെ നൽകി അവൾക്ക് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ശേഷം തനിക്ക് കിട്ടിയ പുച്ഛം മൊത്തം തിരികെ പവിക്ക് നേരെ വാരി എറിഞ്ഞപ്പോൾ പവി അവന് നേരെ അതിൻ്റെ ഇരട്ടി പുച്ഛം വാരി വിതറി. ഈ പുച്ഛത്തിൻ്റെ വെയിറ്റൊക്കെയും പാവം സ്റ്റേജ് താങ്ങുമോ എന്തോ. തനിക്കുള്ള സെക്കൻഡ് റണ്ണറപ്പ് കിരീടം കിട്ടിയതും ചൊറിച്ചിൽ സഹിക്കാൻ പറ്റാതെ നന്ദു വേദി വിട്ടിറങ്ങി. പിന്നീട് മെക്കുകാരുടെ ആഘോഷവും ഫോട്ടോ എടുപ്പും ഒക്കെയും കഴിഞ്ഞ് പവി സിദ്ധുവിനെ അന്വേഷിച്ചു. കോളേജ് മുറികൾ കയറിയിറങ്ങി. ഒടുവിൽ അവൻ ലൈബ്രറിയിലുണ്ടെന്നറിഞ്ഞതും അവൾ അങ്ങോട്ട് നടന്നു. ഇതേ സമയം സിദ്ധുവും കൂട്ടുകാരും പൊടി വിതറിയ ഡ്രസ്സ് എങ്ങനെ മാറിയെന്നും ആരായിരിക്കും പവി എണ്ണയൊഴിച്ച് വീഴ്ത്തിയത് എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അന്നേരമാണ് പവി അങ്ങോട്ട് കടന്നു വരുന്നത്. അവളുടെ കാലിൻ്റെ വേദന കൂടിക്കൂടി വരുന്നുണ്ട്. വേദന കാര്യമാക്കാതെ അവൾ മുന്നോട്ട് നടന്നു. വേച്ച് വേച്ച് തങ്ങളുടെ അരികിലേക്ക് വരുന്ന പവിയെ കണ്ടതും സിദ്ധുവിനും കൂട്ടുകാർക്കും എന്തോ പാവം തോന്നി. പല്ലവി, തൻ്റെ കാലിന് എന്ത് പറ്റിയതാ എന്നുള്ള ജീവയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ സിദ്ധുവിനെ തുറച്ചു നോക്കി. ജയിക്കാൻ വേണ്ടി ഏതറ്റവും പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇത്തരം ചീപ്പ് പരിപാടി കാണിക്കുന്ന അറിഞ്ഞില്ല. കഴിവുള്ളവർ ജയിക്കും, കപ്പ് ഓടിക്കും, പവി സിദ്ധുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. പല്ലവി, താൻ കരുതും പോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല. സിദ്ധു തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിച്ചു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പവി കൈ ഉയർത്തിക്കൊണ്ട് അവനെ തടഞ്ഞു. ദേ, കണ്ണീർ പരമ്പരയിലെ വില്ലത്തിമാർ ചെയ്യുന്ന ചീപ്പ് നമ്പരും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഈ പല്ലവി ആരാണെന്ന് താൻ അറിയും. സിദ്ധുവിന് നേരെ വിരലുയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ശേഷം അവൾ മുന്നോട്ട് നടക്കവേ കാലിലെ അസഹനീയമായ വേദന കാരണം
അവളൊന്ന് വേയിച്ചു പോയി. തെന്നി വീഴാൻ പോയ അവളെ സിദ്ധു താങ്ങി നിർത്തിയതും ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവൾ തറഞ്ഞു പോയിരുന്നു. രണ്ടു പേരുടെയും കണ്ണുകൾ ആ നിമിഷം കുരുത്തു. എന്തൊക്കെയാടാ ഈ കൊച്ചു ലൈബ്രറിയിൽ നടക്കുന്നത് എന്ന പോലെ അഭിയും തേജയും ജീവയും വായും പൊളിച്ച് ആ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ട്. സ്വബോധത്തിലേക്ക് വന്ന പവി അവനെ പിടിച്ചു തള്ളി അവിടെ നിന്ന് നടന്നു നീങ്ങി. അതെ, വീഴാൻ പോയപ്പോൾ പിടിക്കേണ്ട വല്ല ആവശ്യവും നിനക്കുണ്ടായിരുന്നു? പവിയുടെ പ്രവൃത്തി കണ്ടാണ് തേജ അത് ചോദിച്ചത്. അത് പിന്നെ ഒന്നുമില്ലേലും ഞാൻ ആദ്യമായി ഉമ്മിച്ച പെണ്ണല്ലേ, ആ ഒരിത് വെച്ച് പിടിച്ചതാ. സിദ്ധു അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് ചെറുചിരിയാലെ പറഞ്ഞു. ആദ്യമായി ഉമ്മിച്ച പെണ്ണ്, അപ്പോൾ നീ അവസാനമായി ആരെങ്കിലും ഉമ്മിച്ചിട്ടുണ്ടോ? ചോദ്യം അബിയുടെ വകയായിരുന്നു. ഹേയ്, ഞാൻ അത്തരക്കാരൻ നഹിഹേ. ഇവൾക്ക് മാത്രമേ ഞാൻ ഉമ്മ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കെന്താ സംശയമുണ്ടോ? സിദ്ധു വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു. അല്ല, നിന്റെ ഈ ചാട്ടൊക്കെയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നതേ ആദ്യ ചുംബനവും അവസാന ചുംബനവും അതിനിടയിൽ വരുന്ന ഓരോ ചെറുതും വലുതുമായ ചുംബനങ്ങളും അവൾക്ക് തന്നെ ആയിരിക്കുമെന്നാ. എന്താ മോനോ ഒരിളക്കം? ജീവിയാണത് പറഞ്ഞത്. പോടാ. അതെ, അവളെ കെട്ടുന്നതിലും ഭേദം വല്ല പൊട്ടക്കിണറ്റിലും എടുത്ത് ചാടുന്നതാ എന്നും പറഞ്ഞ് സിദ്ധു മുന്നോട്ട് നടന്നു. കണ്ടറിയാം എന്നും പറഞ്ഞ് കൈ മലർത്തിക്കൊണ്ട് പിന്നാലെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. രാത്രിയിൽ സിദ്ധുവിൻ്റെ വീട്ടിൽ മത്സരത്തിൽ തോറ്റതിൻ്റെ ദേഷ്യത്തിൽ നന്ദു ഒന്നും കഴിക്കാതെ മുറിയിൽ ഒരേ ഇരിപ്പായിരുന്നു. അമ്മയും ഏട്ടന്മാരും ഏട്ടത്തിയും അവൾ ആശ്വസിപ്പിച്ചുവെങ്കിലും അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. വീട്ടിലെ ഇളയ സന്തതിയായതിനാൽ എല്ലാവരും കൊഞ്ചിച്ച് വളർത്തിയതിൻ്റെ അഹങ്കാരം അവളുടെ പെരുമാറ്റത്തിലുണ്ട്. എന്നിരുന്നാലും ഏട്ടന്മാർ അവൾക്ക് ജീവനാണ്. അവളുടെ കരച്ചിൽ കണ്ടതും സിദ്ധു അവളെ ആശ്വസിപ്പിച്ചു. എടി, ജയിക്കാൻ ഇനി ഒരുപാട് അവസരങ്ങളുണ്ട്, പോട്ടെ, നമുക്ക് അതിലേക്ക് അവളെ തോൽപ്പിക്കാം. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും, പോരെ? സിദ്ധുവിൻ്റെ വാക്കുകൾ അവൾക്ക് ചെറിയ ആശ്വാസം നൽകി. എന്നാലും എനിക്ക് എങ്ങനെയാ നേരത്തെ ചൊറിച്ചിൽ വന്നത്? ആ കോസ്റ്റ്യൂം ഡിസൈനറെ ഞാൻ കാണുന്നുണ്ട്, നന്ദു പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാ, അത് അയാളുടെ മിസ്റ്റേക്ക് തന്നെയാ. അല്ല, അയാൾ ഏത് നൂറ്റാണ്ടിലെ ഡിസൈനറാ? ആളെ ഒട്ടും അപ്ഡേറ്റഡ് അല്ല. പിന്നെ നിന്റെ കോസ്റ്റ്യൂം സെലക്ഷൻ തീരെ പോരായിരുന്നു. ഉള്ളത് പറയാലോ, ആ പല്ലവിയുടെ കോസ്റ്റ്യൂം സെലക്ഷൻ അപാരം തന്നെയായിരുന്നു, എസ്പെഷ്യലി ആ സാരി. അന്നേരം സിദ്ധുവിൻ്റെ മനസ്സിലൂടെ ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങൾ കടന്നുപോയി. ഒപ്പം ഒരു ചെറുപുഞ്ചിരിയും വിരിഞ്ഞു. നന്ദുവിൻ്റെ മുഖത്ത് നോക്കാതെയാണ് സിദ്ധു ഓരോന്ന് പറയുന്നത്. സിദ്ധു അവളെ പുകഴ്ത്തിയത് നന്ദുവിന് തീരെ ഇഷ്ടമായില്ല. അവളുടെ ഒരു കോസ്റ്റ്യൂം സെലക്ഷൻ മാങ്ങാത്തൊലി. നോക്കിക്കോ, അവളുടെ മറ്റേ കാല് കൂടി ഞാൻ ഒടിച്ചിരിക്കും എന്നും പറഞ്ഞ് അവൻ്റെ മേലേക്ക് പില്ലോ എടുത്തെറിഞ്ഞു. നന്ദു മുറിയിൽ നിന്നും നടക്കാനൊരുങ്ങി. നന്ദു, അപ്പോൾ നീയാണത് ചെയ്തത്? സിദ്ധു വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചു. അതെ, ഞാൻ തന്നെയാ, നന്ദു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. നന്ദു, അതിത്തിരി കൂടിപ്പോയി. ആൾക്കിന്ന് നല്ല വേദനയുണ്ടായിരുന്നു. എന്തേ, ഏട്ടന് അതിൽ വിഷമമുണ്ടോ? വിഷമമുണ്ടെന്നല്ല, ശരീരം നോപ്പിച്ച ഒരു ജയം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു, സിദ്ധു പറഞ്ഞു. ജയിക്കാൻ വേണ്ടി ഏതറ്റവും പോവാൻ മടിയില്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ഈ ഡയലോഗടി മാത്രമേ ഉള്ളൂ. അവളുടെ മുന്നിലെത്തിയ ഏട്ടൻ്റെ മുട്ട് വിറക്കും. അല്ല, അതിന് മാത്രം ഏട്ടൻ്റെ ആരാണവള്? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഏട്ടൻ്റെ മട്ടും ഭാവമൊക്കെയും കണ്ട് ചോദിച്ചതാ. നിങ്ങൾ നേരത്തെ വല്ല പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഉണ്ടേലും എനിക്കവൾ ശത്രു തന്നെയാ. എന്തായാലും ഏട്ടനോട് അവൾക്ക് ഒരു കുന്തവുമില്ല. അവളുടെ ശത്രു അത് ഏട്ടനാ. മെക്കുകാരുടെ കൂടി ഏട്ടനെ തോൽപ്പിക്കണം അവൾക്ക്, പിന്നെ എന്നെയും. അതുകൊണ്ട് അവളോട് കൂടുതൽ സിമ്പതിയൊന്നും വേണ്ട, നന്ദു കടുപ്പിച്ച് പറഞ്ഞു. നന്ദു, നീ ചുമ്മാരൊന്നും പറയല്ലേ. അവൾ എൻ്റെ ആരുമല്ല, എനിക്ക് അവളോട് ഒരു സഹതാപവും ഇല്ല. എനിക്ക് വലുത് നീ തന്നെയാ. എൻ്റെ മുട്ടി വിറപ്പിക്കാൻ മാത്രം അവൾ വളർന്നിട്ടില്ല, വളരാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ നന്ദുവിൻ്റെ മുഖത്ത് ഒരു തരം വിജയച്ചിരി വിരിഞ്ഞു. ശനിയും ഞായറും കോളേജ് അവധിയായിരുന്നു. തിങ്കളാഴ്ച ആകുമ്പോഴേക്കും പവിയുടെ കാലിൻ്റെ വേദനയ്ക്ക് ചെറുതായി കുറഞ്ഞിരുന്നു. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായി കഴിഞ്ഞ ദിവസത്തെ തങ്ങളുടെ വിജയം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് മെക്കിലെ പിള്ളേർ. പല്ലവിയും ചില്ലുവുമാണ് മുൻനിരയിൽ നിൽക്കുന്നത്. പവിയുടെ കയ്യിൽ തനിക്ക് കിട്ടിയ ട്രോഫിയുണ്ട്. ഇരുവരും കോളേജ് യൂണിഫോമാണ് ധരിച്ചിട്ടുള്ളത്. ഷർട്ട് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഒരു സ്റ്റൈലിന് വേണ്ടി 2 കൂളിംഗ് ഗ്ലാസും കൂടി വെച്ചിട്ടുണ്ട്. അർജുനും ടീംസും ബാക്കി മെക്കിലെ നേതാക്കന്മാരും എല്ലാവരും ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. പലർക്കും കൊള്ളുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവർ കോളേജ് വരാന്തയിലൂടെ നടന്നു നീങ്ങി. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സിദ്ധുവും കൂട്ടുകാരും വരാന്തയിൽ നിൽപ്പുണ്ട്. അവരുടെ മുന്നിൽ കൂടി നടക്കുമ്പോൾ പവി ഒന്നുകൂടെ ഷോ ഇറക്കി. സിദ്ധുവിൻ്റെ മുന്നിൽ വെച്ച് മെക്കിലെ പിള്ളേർ പവിയെ അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, അർജുൻ അവൾക്ക് പൂമാല ചാർത്തി. അന്നേരം അർജുൻ വിജയീ ഭാവത്തിൽ സിദ്ധുവിനെ നോക്കി. പിന്നീട് പവിയുടെ വക നന്ദി പ്രസംഗവും ഉണ്ടായിരുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഇതൊക്കെയും കണ്ടു നിന്ന സിദ്ധു യാന്ത്രികമായി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പുച്ഛം വാരി വിതറി. എല്ലാം കഴിഞ്ഞു മെക്കുകാർ അവിടെയുള്ളവർക്കൊക്കെയും ലഡ്ഡു വിതരണവും നടത്തി. ഇതേ സമയം അർജുൻ പവിക്ക് ലഡ്ഡു വായിൽ വെച്ച് കൊടുത്തതും വാങ്ങിക്കണോ എന്ന പോലെ പവി ചില്ലുവിനെ നോക്കി. അന്നേരം അവൾ കണ്ണുകൊണ്ട് കാണിച്ചതും അവൾ അർജുനു നേരെ വാ തുറന്നു. അവൾ കഴിച്ച ബാക്കി ലഡ്ഡു അർജുൻ കഴിക്കുന്നത് കണ്ടതും പവി ഇത് വാങ്ങി ചില്ലുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ചമ്മൽ പുറത്ത് പ്രകടിപ്പിക്കാതെ അർജുൻ തൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു. പവി സിദ്ധുവിൻ്റെ അരികിലേക്ക് ചെന്നു. അവനും അവൻ്റെ കൂട്ടുകാർക്കും ലഡ്ഡു നൽകി. അന്നേരം അവളുടെ മുഖത്ത് വിരിയുന്ന പരിഹാസഭാവം കണ്ടതും അവൻ്റെ കണ്ണിൽ അഗ്നി എരിഞ്ഞു. തനിക്ക് നേരെ നീട്ടിയ ലഡ്ഡു അവളുടെ വായിലേക്ക് തന്നെ കുത്തിത്തിരുകി. സിദ്ധു അവിടെ നിന്ന് പോകുമ്പോൾ പവിക്ക് ദേഷ്യം അടക്കി നിർത്താനായില്ല. ഫ്രീ ഹവർ ആയതിനാൽ ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ ചെന്നതാണ് പവിയും ചില്ലുവും ഷാനുവും വിക്കിയും. ചായയും പഴംപൊരിയും മുട്ട പഫ്സും കഴിക്കുന്ന നേരത്താണ് സിദ്ധുവും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. തങ്ങളുടെ തൊട്ടരികിലെ ടേബിളിൽ അവന്മാർ വന്നിരിക്കുന്നത് പവിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അവൾ കഴിപ്പ് നിർത്തി. താൻ ലൈബ്രറിയിലേക്ക് പോവുകയാണെന്നും നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞ പവി അവിടുന്ന് നടന്നു നീങ്ങി. അവളുടെ ആ പ്രവൃത്തി സിദ്ധുവിനെ ചൊടിപ്പിച്ചു. പെണ്ണ് രാവിലെ മുതൽ പട്ടിഷോ കാണിക്കുകയാണ്. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാമെന്നും പതിയെ പറഞ്ഞു സിദ്ധു ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ഇവരെ കുറച്ചു നേരം ഇവിടെ ഇരുത്തിയേക്കണം എന്ന അബിയോട് സ്വകാര്യം പോലെ പറഞ്ഞു അവൻ മുന്നോട്ട് നടന്നു. അബി അത് മറ്റുള്ളവരെ കൂടി അറിയിച്ചു. സിദ്ധുവിൻ്റെ നിർദ്ദേശപ്രകാരം അബിയും തേജയും ജീവയും നമ്മുടെ പിള്ളേരുടെ ടേബിളിലേക്ക് മാറിയിരുന്നു കുശലാന്വേഷണം തുടങ്ങി. കൂടെ പിള്ളേർ ഓർഡർ ചെയ്ത പഴംപൊരിയും മുട്ട പപ്സും ഒരു ദയയും ദാക്ഷിണ്യവും കൂടാതെ 3 കൂടി അകത്താക്കി. അന്നേരം ചില്ല് മനസ്സറിഞ്ഞ് പ്രാഗിയത് കൊണ്ടാണോന്നറിയില്ല, തേജയുടെ തൊണ്ടയിൽ മുട്ട പപ്സ് കുടുങ്ങിയതും മുന്നിൽ കാണുന്ന ചായ അവനെ എടുത്ത് കുടിച്ചു. അയ്യോ ഞാനത് കുടിച്ചതാ. തേജ കുടിച്ചു കഴിഞ്ഞ ശേഷമാണ് അവളത് പറയുന്നത്. അന്നേരം അയ്യേ ആ ലിപ്സ്റ്റിക്ക് മൊത്തം എൻ്റെ വയറിലായി എന്നും പറഞ്ഞു അവനവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ഞാൻ പറഞ്ഞില്ലല്ലോ കുടിക്കാൻ, ചില്ലു തിരിച്ചു പറഞ്ഞു. ഇതേ സമയത്താണ് നന്ദുവും ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നത്. നന്ദു വന്നത് അവരാരും കണ്ടില്ലായിരുന്നു. സിദ്ധു ഇല്ലാത്തതുകൊണ്ട് അവൾ അങ്ങോട്ട് ചെന്നതുമില്ല. തേജ ചില്ലുവിൻ്റെ തൊട്ടരികിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ലായിരുന്നു. അതിനിടയിൽ അവൻ കഴിച്ച പഴംപൊരിയുടെ ബാക്കി ചില്ലുവിനെ കഴിപ്പിക്കുന്നത് കൂടി കണ്ടതും അവൾക്ക് ദേഷ്യം അടക്കാനായില്ല. അവൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. പവി ലൈബ്രറിയിലേക്ക് കയറിപ്പോയി എന്ന് ഉറപ്പ് വരുത്തി സിദ്ധുവും ലൈബ്രറി ലക്ഷ്യം വെച്ച് നടന്നു. സിദ്ധു അകത്തേക്ക് ചെല്ലുമ്പോൾ റീഡിംഗ് റൂമിൽ 4-5 പേരുണ്ടായിരുന്നു. അവനവരോട് അവിടെ നിന്ന് പോവാൻ വേണ്ടി കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും ആരും മറുത്തൊന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. സിദ്ധു പവിയെ ലക്ഷ്യം വെച്ച് അകത്തെ മുറിയിലേക്ക് നടന്നു. അവിടെയാണ് പുസ്തകങ്ങൾ വെച്ചിട്ടുള്ളത്. സിദ്ധു അകത്തേക്ക് ചെല്ലുമ്പോൾ പവി ഏതോ ഒരു പുസ്തകം എടുത്ത് മറിച്ച് നോക്കുന്നുണ്ട്. അവിടെ എവിടെയും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി സിദ്ധു അവളുടെ പിന്നിൽ ചെന്ന് കാതൂരം പതിയെ ഊതിയതും അവളത് കാര്യാക്കാതെ തൻ്റെ ചെവി തടവിക്കൊണ്ട് തൻ്റെ കൈ പിൻവലിച്ചു. അവൻ പിന്നെയും തൻ്റെ പ്രവൃത്തി തുടർന്നു. അവളുടെ കാതിലെ കുഞ്ഞു കമ്മലും സ്വർണ്ണ നിറമുള്ള രോമങ്ങളും അവനൊരു നിമിഷം നോക്കി നിന്നു. പിന്നെയും തൻ്റെ കാതിൽ ആരുടെയോ നിശ്വാസം തട്ടിയതും അന്നേരം അവൾ ഞെട്ടലോടെ തിരിഞ്ഞു. ആ നേരം 2 പേരുടെയും അതിരങ്ങൾ തമ്മിൽ തൊട്ടുരുമ്മി. ഇരുവരിലൂടെയും ഒരു വിറയൽ കടന്നുപോയി. അവനത് വിദഗ്ധമായി മറച്ചു പിടിച്ചു. തൊട്ടരികിൽ അവനെ കണ്ടതും അവൾ ഞെട്ടലോടെ പിറകിലോട്ട് ചുവടുകൾ വെച്ചു. അവനൊരു തരം ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു. അവൾ ഷെൽഫിൽ തട്ടി നിന്നതും അവൻ ഷെൽഫിൻ്റെ ഇരു സൈഡിലും തൻ്റെ കൈകൾ വെച്ച് ലോക്ക് ചെയ്തു അവളെ തടഞ്ഞു നിർത്തി. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ നേരിയ ഭയമുണർത്തി. മാറ്, എനിക്ക് പോവണം. ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ അവൻ്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളിലേക്ക് അവൻ ചെറുതായി ഊതി. അവളേത് ചെറുതായി തളർത്തി തുടങ്ങി. അത്രയും തൊട്ടരികിൽ അവനെ കണ്ടപ്പോൾ അന്ന് കടലോരത്ത് വെച്ച് അവൻ ഇഷ്ടം പറഞ്ഞത് അവൾ ഓർത്തുപോയി.
പിന്നീട് നടന്നതൊക്കെയും ഓർമ്മയിൽ വന്നതും അവളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ദേ, മാറി നിൽക്കുന്നുണ്ടോ അതോ ഞാൻ ഒച്ച ഉണ്ടാക്കണോ? ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. നീ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയ ഒരു പൂച്ചക്കുഞ്ഞു പോലും കേൾക്കാൻ പോണില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രം. ഞാൻ നിന്നെ എന്തു ചെയ്താലും ആരും അറിയാനും പോണില്ല. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവൾ അവനെ നേരെ വിരലുയർത്തിക്കൊണ്ട് പറഞ്ഞു. ദേഷ്യം കൊണ്ട് അവളുടെ മുഖമൊക്കെയും ചുവന്നു വന്നിട്ടുണ്ട്. എൻ്റെ പല്ലിപ്പെണ്ണെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ആ ചുണ്ടുകളൊക്കെ വിരച്ച്, കവളൊക്കെ തൊടുത്ത്, മൂക്കൊക്കെ ചുവന്ന്, കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാലോ എന്ന് തോന്നുക. അത് പറയുമ്പോൾ അവളുടെ മുഖത്തുകൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. ഡോ, വൃത്തികേട് പറയാതെ മാറി നിൽക്ക്. നിനക്കെന്നെ ശരിക്കും അറിയില്ല. ദേ കണ്ട, പല്ലിയുടെ ഭംഗി പിന്നെയും കൂടി. പോടാ. അതെ, ഈ എടാ പോടാ വിളി കൂടുന്നുണ്ട് കേട്ടാ. ഞാൻ നിന്നോട് പറഞ്ഞതാ എന്നോട് മുട്ടാൻ നിൽക്കരുതെന്ന്. അടങ്ങി ഒതുങ്ങി നിന്ന നിനക്ക് കൊള്ളാം. ഇല്ലേൽ നിന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ എനിക്കറിയാം. മഴക്കാലത്ത് മണ്ണിരത്തിരി കൊഴുത്തെന്ന് വെച്ച് രാജവെമ്പാലയത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നിൽക്കരുതിട്ടാ. അവനവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നെ അടക്കാൻ നീ ആരടാ? ഞാൻ അടങ്ങിയില്ലെങ്കിൽ നീ എന്തു ചെയ്യും? അവളും വിട്ടില്ല. എന്ത് ചെയ്യുന്നോ? അവൻ വഷളം ചിരിയോടെ അവളെ നോക്കി. ഞാനൊന്ന് മനസ്സ് വെച്ചാ 10 മാസം കൊണ്ട് നീ ഒരു കൊച്ചിനെ പ്രസവിക്കും. കേട്ടോടി പുല്ലേ. ഓ, ഫ്രഷേ. ക്ലീഷേ ഡയലോഗും കൊണ്ട് ഇറങ്ങിയിരിക്കുവാണോ മാഷേ? ഇതൊക്കെയും 90s സിനിമ ഡയലോഗാണ് മിസ്റ്റർ ചെയർമാൻ. പുതിയത് വല്ലതുണ്ടെങ്കിൽ പറ, ഞാനങ്ങ് പേടിച്ച് വിറക്കാം. എന്താ? അവന് നേരെ പുച്ഛം വാരി വിതറിക്കൊണ്ടവൾ പറഞ്ഞു. ഡയലോഗ് പഴയതായിരിക്കും, ബട്ട് പ്രോസസ് രണ്ടും ഒന്ന് തന്നെയല്ലേ മോളെ? അത് പറയുന്നതിനോടൊപ്പം ഇൻ ചെയ്തു വെച്ചിരുന്ന അവളുടെ ഷർട്ട് അവൻ വലിച്ചു പുറത്തിട്ടു. ഒരു നിമിഷം അവളുടെ ഹൃദയം പോലും വിറച്ചു പോയിരുന്നു. ദേഷ്യം കൊണ്ട് അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി. അവൾ അവനെ പിറകിലോട്ട് തള്ളി അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടോടി. പിന്നാലെ അവനും ഓടി. അവൾ ലൈബ്രറിയുടെ പുറത്തെത്താറായതും ഓട്ടം നിർത്തി ഒരുതരം ചിരിയോടെ അവനെ നോക്കി. അവളുടെ ചിരിയിൽ എന്തോ പന്തികേട് അവന് തോന്നിയിരുന്നു. അവൾ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് 2 തുറന്നിട്ട് വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി. ഹേ പല്ലവി, നീ എന്തായി കാണിക്കുന്നേ? കാര്യം മനസ്സിലാവാതെ അവനെ നേരം ചോദിച്ചു. ഞാനേ ഒച്ച വെച്ച ആളെ കൂട്ടാൻ പോവാ. എല്ലാവരോടും ഞാൻ പറയും നീ എന്നെ കടന്നു പിടിക്കാൻ നോക്കിയെന്ന്. അതിനിടയിൽ അവൾ തൻ്റെ മുടിയൊക്കെയും അഴിച്ചിട്ടു. ആ നിമിഷം അവൻ്റെ ഉള്ളിലൂടെ ഭയം കടന്നുപോയി. പല്ലവി, നീ ചുമ്മാ കളിക്കല്ലേ. എടീ, ഞാൻ ചുമ്മാ തമാശക്ക്. സിദ്ധു എന്തോ പറയാൻ ശ്രമിച്ചു. തമാശക്കാണല്ലേ? എന്നാ ഞാനൊന്ന് തമാശക്ക് തന്നെയാ എന്നും പറഞ്ഞ് അവൾ ഉറക്കെ നിലവിളിച്ചതും അവൻ പവിയുടെ അരികിൽ ചെന്ന് വാ പൊത്തിപ്പിടിച്ചു. അന്നേരം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കടിച്ചു. അവൻ്റെ പിടി അയഞ്ഞതും അവൾ പിന്നെയും ഒച്ചയുണ്ടാക്കി. അന്നേരം പിന്നെയും അവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. ആ നേരത്താണ് അതുവഴി പോവുകയായിരുന്ന കുസുമ മാഡം ശബ്ദം കേട്ട് അകത്തേക്ക് വരുന്നതും പവിയുടെ വാ പൊത്തിപ്പിടിച്ചു നിൽക്കുന്ന സിദ്ധുവിനെ കാണുന്നതും അവളുടെ വസ്ത്രത്തിൻ്റെയും മുടിയുടെയും കോലം കണ്ടതും കുസുമം അവനെ തെറ്റിദ്ധരിച്ചു. സിദ്ധു അവളെ ബലമായി ചുംബിക്കാൻ പോവുകയാണെന്നാണ് അവർ കരുതിയത്. സിദ്ധാർത്ഥ്, അവർ ഉറക്കെ വിളിച്ചു. കുസുമത്തിൻ്റെ ശബ്ദം കേട്ടതും സിദ്ധു ഞെട്ടലോടെ അവളിൽ നിന്ന് പിടി അയച്ചു. കുസുമത്തിനെ അവിടെ കണ്ട ഞെട്ടൽ പവിയിലുണ്ട്. അവളാണെങ്കിൽ അവസരം ശരിക്കും ഉപയോഗിച്ചു. കരഞ്ഞുകൊണ്ട് പവി കുസുവിനെ കെട്ടിപ്പിടിച്ചു. മാഡം, ഞാനിനി ജീവിക്കില്ല മാഡം, എനിക്കിനി ചത്താ മതി എന്നുള്ള പവിയുടെ ഡയലോഗ് കേട്ട് കുസു സിദ്ധുവിനെ ദഹിപ്പിച്ച് നോക്കി. സിദ്ധാർത്ഥ്, നിന്നിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്നും കടുപ്പിച്ച് പറഞ്ഞ് കുസു പവിയെ ആശ്വസിപ്പിച്ചു. സംഭവം പ്രിൻസിയുടെ മുന്നിലെത്തി. ഇന്നത്തെ പാട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങളോട് ലൈക്ക് ചോദിക്കാഞ്ഞിട്ടാണ് ആരും ലൈക്കാത്തന്നേ. ഒരു കരക്കമ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അഹങ്കാരം കൊണ്ടൊന്നുമില്ല ഞാൻ ആരോടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെയും പറയാത്ത. നിങ്ങൾ ചെയ്യുമെന്ന് കരുതി, പക്ഷേ നമുക്ക് ലൈക്കും വ്യൂസും ഒക്കെ ഇപ്പോൾ നല്ലോണം കുറവാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട്. വ്യൂസ് കുറവ് പോട്ടേന്ന് വെക്കാം, അതെൻ്റെ കയ്യിലിരിപ്പുണ്ടാകും.
ഇപ്പോൾ എൻ്റെ സ്റ്റോറി ഇഷ്ടമാഞ്ഞിട്ടാണോ നിങ്ങൾ ലൈക്കാത്ത? എനിവേ നിങ്ങളുടെ ഇഷ്ടം.